ഹായ്, നമ്മൾ സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഈ അർബാനൊക്കെ എടുത്തിട്ട് മണ്ണ് വെട്ടിയിട്ടുണ്ടല്ലോ എന്നല്ലേ? ഇവിടെ മണ്ണ്, വേസ്റ്റ് മണ്ണുണ്ടല്ലോ, ഈ കട്ടയും കല്ലും മെറ്റലും എല്ലാം അടങ്ങിയിട്ടുള്ള മണ്ണ് ദേ ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ അപ്പുറത്തൊരു കൂമ്പാരം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു വേസ്റ്റ്. അപ്പോൾ 2 കൂമ്പാരം ഞങ്ങൾ കൊണ്ട് റോട്ടിൽ ഇട്ടു കേട്ടോ. ദേ ഇവിടെ നിറയെ ഉണ്ടായിരുന്നു, അതേപോലെ ദേ ഇവിടെ. അതൊക്കെ 2 ദിവസം മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴൊക്കെ ഞങ്ങൾ ഇറങ്ങും ഈ പരിപാടിക്ക്. ഞാനും ഏട്ടനും ഇതുപോലെ മാറി മാറി മണ്ണ് ഇടലും അതേപോലെ അർബാനയിൽ കൊണ്ടിടലും ഒക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ചെയ്ത് വഴിയിലാണെന്ന് വെച്ചാൽ മഴയത്ത് മണ്ണ് കുത്തി ഒലിച്ച് പോയിട്ട് കുഴിയായിരിക്കുന്നു. അപ്പം എന്തായാലും നമ്മളുടെ പറമ്പിൽ ഒരുപാട് മണ്ണുണ്ട്. അപ്പോൾ ആ മണ്ണ് എന്തായാലും നമ്മൾ പുറത്തിടണം. അപ്പം പിന്നെ ആ കുഴിയിൽ കൊണ്ടിട്ട് അത് കുഴി തൂരും ചെയ്യും, നമുക്ക് റോഡിലൂടെ ശരിക്കും നടക്കുകയും ചെയ്യാം. അപ്പോൾ ആ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല പണിയിലാണ്. നമ്മുടെ മുറ്റം നമ്മൾ തന്നെ വൃത്തിയാക്കണമല്ലോ. അപ്പോൾ എന്തായാലും മഴയ്ക്ക് മുമ്പ് അത് ക്ലീൻ ചെയ്യാൻ ഇനിയുണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ എവിടെ അലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ നേരില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഏട്ടൻ്റെ അവസ്ഥ. ഡ്യൂട്ടി, പിറ്റേ ദിവസം ക്ഷീണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവുള്ള സമയത്താണ് ഈ പരിപാടി. ഇന്നത്തെ പരിപാടി ഇത് നിർത്തിയിട്ട് അടുത്ത പരിപാടിക്ക് പോവാണ് കേട്ടോ. അപ്പോഴത്തേനും അവിടെ കൂട്ടുകാർ വിളിക്കാൻ തുടങ്ങി. അവിടെ കലവറയിൽ സിനിമാ പ്രദർശനവും പിന്നെ കായിക പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ച ഈ അവിടുത്തെ പരിപാടികളൊക്കെ നടക്കണം. അപ്പോൾ നമുക്ക് ഇന്നൊരു ദിവസം പോവാന്ന് പറഞ്ഞിട്ട് 2-3 ദിവസമായി വിളിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ചെല്ലാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിക്കും തിരക്കാണ്. രണ്ടാളും നന്നായി ക്ഷീണിച്ചു കേട്ടോ. ഞാൻ വേഗം പോയി കൈയും കാലും മുഖമൊക്കെ ആദ്യം ഒന്ന് കഴുകിയിട്ട് വന്നു. അപ്പോഴത്തേനും ഒരാൾ പഴം എടുത്ത് കഴിക്കൽ കഴിഞ്ഞിട്ടാ. അപ്പൊ എനിക്ക് ഉരിഞ്ഞു തന്നു. നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ പഴം, ചില പഴങ്ങൾ. അപ്പൊ അത് തെരഞ്ഞു നോക്കി നന്നായി പഴുത്തത് എടുത്ത് തരികയാണ്. അതിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് മണിയുടെ ഓർമ്മ വന്നു. മണി ഒരു സിനിമയിൽ പഴം വാങ്ങിച്ച് കഴിച്ചിട്ട് ഒരു സോഡ എന്ന് പറയുന്നുണ്ട്. വീണ്ടും അടുത്ത പഴം കഴിച്ചിട്ട് ഒരു സോഡ എന്ന് പറയുന്നുണ്ട്. ആ ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മളുടെ പിള്ളേരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോവാണ്. അപ്പൊ കുളിച്ച് ഫ്രഷ് ആയതേ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാണ്. അതിന് തിരക്ക് കൂട്ടി വിളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ എൻ്റെ ഈ മണ്ണിടൽ കാരണം എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ദേ ഞങ്ങൾ പോവാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു ആൻറ്റിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റീനെയും വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഞാൻ ക്യാമറ പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷോ കാണിച്ച് നടക്കുകയാണ്. ആ ഫ്രണ്ടിൽ നടക്കുന്നത് നമ്മുടെ അനു കാന്താരി. ആ കാണുന്നതൊക്കെ ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്നിട്ട മണ്ണുകളാണ് കേട്ടോ. മണ്ണിൻ്റെ ഒരു കളർ വ്യത്യാസം കണ്ടോ? അത് നമ്മുടെ എംസാൻഡും കൂടിയിട്ടുള്ള മണ്ണാണ്. നമ്മളുടെ വീഡിയോയ്ക്ക് പലപ്പോഴായി മുഖം കാണിച്ചിട്ടുള്ള സുന്ദരിമണികളാണ് കേട്ടോ നമ്മളുടെ ഒപ്പം ഉള്ളത്. ഈ കക്ഷികൾ ചില്ലറ പുള്ളികളല്ല കേട്ടോ. വീരനാട്യത്തിനും കവിതയ്ക്കും ഗ്രൂപ്പ് ഡാൻസിനൊക്കെ ചേർന്നിട്ടുണ്ടേ. അപ്പൊ ഞങ്ങളിതേ മെയിൻ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കൂടെ അല്ല പോകുന്നത്, നേരം വൈകി എന്നും പറഞ്ഞിട്ട് ഇടവഴി കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഞങ്ങളിതേ ഒരു വീടിന്റെ മുറ്റത്ത് മൽബറി കണ്ടു. അതൊന്നും ഒരു 2-3 പൊട്ടിച്ചത് കഴിക്കും കൂടെ ചെയ്തിട്ടാണ് പോയത് കേട്ടോ. പിന്നെ അവര് വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരായ കാരണം ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങളിതേ ആ കലവറയുടെ അടുത്തെത്തി. അപ്പൊ ദേ ഞങ്ങള് മെയിൻ ഡോറ് അപ്പുറത്താണ് കണ്ട ലൈറ്റ് കത്തുന്നത്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം മെയിൻ വഴി. അപ്പൊ ഇതാണ് നമ്മളെ കലവറ. ഇവിടെ കായിക പരിശീലനമാണ് നടക്കുന്നത്. ഈ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ടാവും കേട്ടോ. അതായത് അവർക്ക് വേണ്ട പരിശീലനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എല്ലാ പരിശീലനവും നടത്തുന്നത് ഇവിടെയാണ്. അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ. ആ പറഞ്ഞതിൽ ഒരു കൂട്ടാണ് ഇത്. കായിക പരിശീലനം എന്ന് പറഞ്ഞാൽ നീന്തൽ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കെട്ടിയിട്ടുള്ള കുളമാണ് ഇത് കേട്ടോ. കലവറയുടെ 7ാം വാർഷികമാണ് 2026 മെയ് 8, 9, 10 ദിവസങ്ങളിലായിട്ട് നടക്കുന്നത്. ഏപ്രിൽ 30 മുതൽ 7 വരെ 6 സിനിമകളും പ്രദർശിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ വാർഷികത്തിന് സാക്സോഫോൺ വായന ഉണ്ടായിരുന്നു, അതേപോലെ നാടകം. അപ്പോൾ സാക്സോഫോൺ ഞാൻ വായിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ചാനലിൽ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ട്. ഇവിടെ പരിശീലനത്തിന് വരുന്ന കുട്ടികൾക്കും അതിനോട് ബന്ധപ്പെട്ട ആൾക്കാർക്കുള്ള ഭക്ഷണം ഇവിടെ തന്നെയാണ് കേട്ടോ പാചകം ചെയ്യുന്നത്. അതിൻ്റെ അടുപ്പാണ് കാണുന്നത്. ജൈവ ഭക്ഷണ രീതിയാണ് കേട്ടോ ഇവരിവിടെ ഫോളോ ചെയ്യുന്നത്. ഓരോ വർഷവും കുട്ടികൾക്ക് അവരവരുടെ പലതരത്തിലുള്ള കലാവാസനകളെ വളർത്തിയെടുക്കാൻ കലവറയിലെ പ്രവർത്തകർക്ക് കഴിഞ്ഞു. അവരെ സഹായിക്കാനും ഒപ്പം നിൽക്കാനും ദേശക്കാരുമുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ സൗകര്യപ്രദവുമാണ്. ജൈവ കൃഷി, കായിക പരിശീലനങ്ങൾ, സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി സൗഹൃദമായ ജീവിത രീതി പരിചയപ്പെടൽ, ആരോഗ്യകരമായ ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ, ഇതൊക്കെയാണ് നമ്മുടെ കലവറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയ് 8, 9, 10 ദിവസങ്ങളിലാണ് കുട്ടികളുടേതായ കലാപരിപാടികളൊക്കെ നടക്കുന്നത്. ഏപ്രിൽ 30 മുതൽ മെയ് 7 വരെ സിനിമാ പ്രദർശനമാണ്. അപ്പോൾ ഒരു ദിവസമെങ്കിലും സിനിമയ്ക്ക് പോവാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഞങ്ങൾ പോന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു റിഹേഴ്സൽ ഇവിടെ നടക്കുന്നു. ഒത്തിരി ആളുകൾ ഉദ്ഘാടനത്തിനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൽ VK ശ്രീരാമനും ഉണ്ട്, ആലങ്കോട് ലീലാകൃഷ്ണനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്തെ റിഹേഴ്സൽ നാടകം കഴിയാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സിനിമാ പ്രദർശനം തുടങ്ങാൻ പോവാണ്. നല്ല
സൗകര്യമുണ്ട് കേട്ടോ, മുകളിലും താഴെയൊക്കെ ആയിട്ട് നല്ല സൗകര്യങ്ങളുണ്ട് കുട്ടികൾക്കൊക്കെ. എത്ര കുട്ടികൾ വന്നാലും അവിടെ പഠിപ്പിച്ചു കൊടുക്കാനും എല്ലാത്തിനും ആളുകളും ഉണ്ട്. അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സിനിമ അണിയറ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. കവികളും അധ്യാപകരും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കയറിയിരിക്കുകയാണ്. അവിടെ ക്ലീനൊക്കെ ആക്കി ശരിക്കൊരു സിനിമ തിയേറ്ററിൽ പോയിരുന്ന ഒരു ഫീലാണ് കേട്ടോ. കാരണം നമ്മൾ മുകളിൽ ഇരുന്നിട്ട് ബാൽക്കണിയിൽ ഇരുന്ന് കാണില്ലേ, അതേ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഇനി ഈ ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് പ്രൊജക്ടർ ഓണാക്കും. നമുക്ക് ശരിക്കും തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന പോലെ തന്നെ ശബ്ദവും എല്ലാം കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയോടുകൂടെ തന്നെ. അപ്പൊ ഇവിടെ തന്നെയാണ് കേട്ടോ കുട്ടികൾ നാടകം പഠിക്കുന്നത്, അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓരോ ചുമരിലും ഓരോ തൂണിലും കാണുന്നത് ഇവിടുത്തെ കലാകാരന്മാരുടെ സൃഷ്ടികളാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമാ പ്രദർശനങ്ങൾ, നാടക അവതരണങ്ങൾ, നാടൻപാട്ട്, പ്രഭാഷണങ്ങൾ, നാടക ക്യാമ്പ്, കലാപരിപാടികൾ, പാചക പഠന ക്യാമ്പ്. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ പരിശീലനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് കണ്ടോ? ലോകപ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ രേഖാചിത്രവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇന്നത്തെ സിനിമ ഞാനും കണ്ടു കേട്ടോ. സിനിമയിലെ സ്റ്റാറാണ് ഇപ്പൊ ഇറങ്ങി പോകുന്ന ആദിത്യൻ കലക്കിട്ടോ, സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ആദിത്യൻ മാത്രമല്ല, ആ പടത്തിൽ അഭിനയിച്ചവരെല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ നല്ല ഭംഗിയായി അവതരിപ്പിച്ചു. 2025 IFFKയിൽ പ്രദർശിപ്പിച്ച ഫീച്ചർ ഫിലിമായ ആംബ്രോസി ആയിരുന്നു ഇന്നത്തെ സിനിമ. ആംബ്രോസിയിൽ അഭിനയിച്ച താരങ്ങളും അതിൻ്റെ അണിയറ പ്രവർത്തകരുമാണ് നമുക്ക് മുമ്പിൽ ഇരിക്കുന്നത്. കുറച്ച് പേരും കൂടെ വരാനുണ്ട്. അപ്പൊ അവർ വരാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിന്നില്ല. ഇരുട്ടായപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ട് പോകാൻ. അപ്പൊ ഞങ്ങൾ വേഗം പോയി. ആംബ്രോസിയ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താരങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആരൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ 80 മിനിറ്റ് ആണ് പടം. അപ്പോൾ കണ്ടു നോക്കാൻ നല്ല പടമാണ്. അതിൽ ഓരോരുത്തരും അവരവരുടെ ക്യാരക്ടേഴ്സ് നന്നായി അഭിനയിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും ആദിത്യൻ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളും ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി പടമാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ പടം ഒന്ന് കണ്ടു നോക്കാം. ഈ കൂറ്റനാട് വട്ടേനാട് ദേശത്തുള്ള ആൾക്കാരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതും അതിലെ അണിയറ പ്രവർത്തകരും. എന്തൊരു ഭംഗിയായിട്ട് ആ പടം ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. അതിന്റെ സൗണ്ട് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഓരോ ഭാഗവും പക്കാ ക്ലിയർ ആയിരുന്നു. പടം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും തിയേറ്ററിൽ നിന്ന് വലിയതൊരു സിനിമ കണ്ടു കഴിഞ്ഞ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൃഷിയും കലയും കായികവും വിദ്യാഭ്യാസവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉർവി കലവറയുടെ കാർഷിക ഉത്സവത്തിന്റെ ഒരു ഭാഗമായി ഞാനും അതിന്റെ മെയിൻ എൻട്രൻസിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ഈ കവാട നൈറ്റിൽ എടുത്തത് എൻ്റെ മിസ്സായി പോയി, അതുകൊണ്ടാണ് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ക്ഷമിക്കണേ.